അപ്പോൾ ഇന്ന് ചെന്ന് കയറി കൊടുത്തിട്ടുള്ളത് ഒബ്രമോളിൽ നടക്കുന്ന ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ബുക്ക് ഫെയറിലോട്ടാണ്. ബൈ ദ ബൈ, ഇതാണ് നമ്മുടെ ഉണ്ണിമായ. പിറകിൽ നിന്ന് നോക്കിയപ്പോൾ ഇവള് ബുക്സ് സെലക്ട് ചെയ്യാണെന്നാണ് തോന്നിയത്, പക്ഷേ അല്ല, ലെവൽ ഫോണിൽ കളിക്കായിരുന്നു ഗൈസ്. അപ്പൊ കം ടു ദ പോയിന്റ്, ഒരു ബുക്കിന്റെ വിലയിൽ ബോക്സ് നിറയെ ബുക്സ് വാങ്ങാം എന്നതായിരുന്നു ഇവരുടെ ആഡിൽ കണ്ടത്. ചെറിയ ബോക്സ് ഫുൾ ബുക്സിന് 1500 രൂപയും കുറച്ചുകൂടി വലിയ ബോക്സ് നിറയെ ബുക്സിന് 2500 രൂപയുമാണ് വില പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതെല്ലാം വളരെ വളരെ ശരിയാണ്. പക്ഷേ കഥയിലെ ട്വിസ്റ്റ് ഇവിടെ ഒന്നും അല്ലായിരുന്നു. ഇംഗ്ലീഷ് ബുക്സ് മാത്രമേ നമുക്ക് ബോക്സിൽ വാങ്ങാൻ സാധിക്കുള്ളായിരുന്നു. അതിവിടെ വന്നപ്പോഴാണോ ഞങ്ങൾക്ക് മനസ്സിലായത്. മലയാളം ബുക്സ് നിറയെ തലച്ചോമന്ന് വാങ്ങിക്കൊണ്ട് പോകാന്നോർത്ത് വന്നപ്പോഴാണ് ഇവിടെ വന്ന് തപ്പിയപ്പോൾ അവർ പറയുന്നു മലയാളം ബുക്സ് മാത്രം നമുക്ക് പെർ പീസിൽ വാങ്ങാനേ സാധിക്കുള്ളൂ മാഡം എന്ന്. സംഭവം ശരിയാണ്, വീഡിയോയിൽ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ ഇംഗ്ലീഷ് ബുക്സ് മാത്രമേ ബോക്സ് സെയിൽസ് നടത്തുന്നുള്ളൂ എന്ന്. എന്നാൽ അവർ പറഞ്ഞിട്ടില്ല മലയാളം ബുക്സ് ബോക്സ് പ്രൈസിൽ ലഭിക്കില്ല എന്ന്. അപ്പോൾ അതിലൊരു ചതിയില്ലേ എന്ന് എനിക്കൊരു ചിന്ത വന്നു. പക്ഷെ ആ ചിന്തയെക്കാളും വലിയൊരു ബോധോദയം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, തേപ്പ് കിട്ടാൻ എന്റെ ജീവിതം ഇനിയും ബാക്കിയാണെന്ന് ഇതോടുകൂടി മനസ്സിലായി. കേട്ട പാതി കേൾക്കാത്ത പാതി ബോക്സ് നിറച്ച് ബുക്ക് വാങ്ങാൻ പോയ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് പറ്റിയ പോലെ ആർക്കെങ്കിലും ബുക്ക് ഫെയറിൽ പോയി ശശിയായി മടങ്ങേണ്ടി വന്നോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ഇടണേ. എന്തായാലും കുറച്ചു പേരൊക്കെ ബുക്സ് ഒക്കെ ബോക്സിലാക്കി വാങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊന്നും വാങ്ങാൻ പോയില്ല. കാരണം നേരെ ചൊവ്വേ മലയാളം ബുക്സ് പോലും വായിക്കാത്ത ഞാനിനിപ്പോൾ കുത്തിയിരുന്ന് ഇംഗ്ലീഷ് ബുക്ക് വായിക്കുമെന്ന് യാതൊരു ചിന്തയില്ല. സോ ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ച് അതേപോലെ ഇറങ്ങി പോന്നു. തുടങ്ങി സകല ഇംഗ്ലീഷ് ബുക്സും ഇവിടെ ബോക്സിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 18 ആരംഭിച്ചതാണ് ഈ ബുക്ക് ഫെയർ. 27 അവസാനിക്കും. വേഗം പോയി വാങ്ങിക്കും.